ലോകത്തെവിടെയുമുള്ള കപ്പലുകൾക്കായി സ്വന്തം കപ്പൽ രജിസ്ട്രി തുറന്നിട്ടിരിക്കുന്ന രാജ്യമാണ് ലൈബീരിയ. ലോകത്തെ വലിപ്പമേറിയ കാർഗോ കപ്പലുകളിൽ മിക്കവയുടെയും ഫ്ലാഗ് സ്റ്റേറ്റുമാണ് ലൈബീരിയ. കഴിഞ്ഞ ദിവസം കൊച്ചി തീരത്ത് നിന്നും 38 നോട്ടിക്കൽ മൈൽ തെക്കു പടിഞ്ഞാറായി അറബിക്കടലിൽ ചരിഞ്ഞ MSC എൽസ എന്ന കപ്പലിന്റെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ അതിലെ ഫ്ലാഗ് കണ്ടിട്ട് പലരും പറഞ്ഞു അതാ ലൈബീരിയയുടെ കപ്പലാണ് അത് എന്ന്. ഇത് പൂർണ്ണമായി ശരിയാണോ? അല്ല. എന്നാൽ പൂർണ്ണമായി ഇത് തെറ്റാണോ? അതുമല്ല. പിന്നെ എന്താണ് സംഭവം? ഒന്ന് പരിശോധിക്കാം. രജിസ്ട്രേഷൻ എടുക്കുന്ന രാജ്യത്തിന്റെ നിയമങ്ങൾ കപ്പലുകൾക്കും ബാധകമായിരിക്കും. ലോകത്തെവിടെയുമുള്ള കപ്പലുകൾക്കായി സ്വന്തം കപ്പൽ രജിസ്ട്രി മലർക്കെ തുറന്നിട്ടിരിക്കുന്ന രാജ്യമാണ് ലൈബീരിയ. ലോകത്തെ വലിപ്പമേറിയ കാർഗോ കപ്പലുകളിൽ മിക്കവയുടെയും ഫ്ലാഗ് സ്റ്റേറ്റ് ലൈബീരിയയാണ്. കപ്പൽ കമ്പനികൾ സ്വന്തം കപ്പലുകൾ രജിസ്റ്റർ ചെയ്യുന്ന രാജ്യങ്ങളെയാണ് ഫ്ലാഗ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. രജിസ്റ്റർ ചെയ്യുന്ന രാജ്യത്തിന്റെ കൊടിയാണ് കപ്പലിന്റെ മുകളിൽ പാറുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും ദരിദ്രവും വികസിതമല്ലാത്തതുമായ രാജ്യങ്ങളിൽ ഒന്നായ ലൈബീരിയ കപ്പലുടമകൾക്ക് സ്വർഗമാണ്. ലോകത്ത് ഏറ്റവും അധികം കപ്പലുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് പാനമയിലാണ്. എങ്കിലും ഒരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്ത കപ്പലുകൾ കൈകാര്യം ചെയ്യുന്ന മൊത്തം ചരക്കിന്റെ കണക്കെടുത്താൽ പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ലൈബീരിയ തന്നെയാവും മുന്നിൽ നിൽക്കുന്നത്. ആഫ്രിക്കയുടെ പടിഞ്ഞാറേ തീരത്തുള്ള ഒരു രാജ്യമാണ് ലൈബീരിയ. സീറോ ലിയോൺ, ഗിനിയ, ഐവറി കോസ്റ്റ് എന്നിവയാണ് അതിർത്തികൾ. വലുപ്പം തെലങ്കാനയുടെ അത്രയും വരും. എന്നാൽ ജനസംഖ്യ ഏതാണ്ട് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളുടെ കൂടുന്ന അത്രയും മാത്രം. ലൈബീരിയ എന്ന പദത്തിന്റെ അർത്ഥം സ്വതന്ത്രരുടെ നാട് എന്നാണ്. അമേരിക്കൻ സർക്കാരിന്റെ സഹായത്തോടെയായിരുന്നു ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ലൈബീരിയ എന്ന രാജ്യം സ്ഥാപിച്ചത്. മുൻപ് അടിമകളായിരുന്ന കറുത്ത വർഗ്ഗക്കാരെ പുനരധിവാസിപ്പിക്കുക എന്നതായിരുന്നു സ്ഥാപിത ലക്ഷ്യവും. അരിയും കപ്പയുമാണ് പ്രധാന ഭക്ഷ്യവസ്തുക്കൾ. സൂപ്പ്, സോസ് എന്നിവയോടൊപ്പം കഴിക്കുകയും ചെയ്യുന്നു. അരിയും സോസും അടങ്ങിയ വിഭവത്തെ ഫുഫു എന്നും കപ്പയും സോസും അടങ്ങിയ വിഭവത്തെ ദംബോയ് എന്നും വിളിക്കുന്നു. ഇവയോടൊപ്പം ഇറച്ചിയോ മീനോ കഴിക്കുന്നു. പാം ഓയിൽ ചേർത്താണ് മിക്ക വിഭവങ്ങളും പാചകം ചെയ്യുന്നത്. സോഡയാണ് ജനകീയ പാനീയം. പനങ്കള്ളിനും ഇവിടെ ആരാധകർ ഏറെയാണ്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ ലൈബീരിയയിലേക്ക് ഇത്രയും അധികം കപ്പലുകൾ വരാൻ കാരണം എന്നൊന്ന് പരിശോധിക്കാം. ലോകത്ത് ഏറ്റവും അധികം ചരക്ക് കപ്പലുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രാജ്യം ലൈബീരിയയാണ്. 2025 കണക്കുകൾ പ്രകാരം ലൈബീരിയ ഇന്റർനാഷണൽ കോർപ്പറേറ്റ് രജിസ്ട്രിയിൽ 5000-ലേറെ കപ്പലുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുറഞ്ഞ നികുതി ഉള്ളതിനാൽ കേരളത്തിൽ നിന്നുള്ള ആഡംബര വാഹനങ്ങൾ പോണ്ടിച്ചേരിയിൽ രജിസ്റ്റർ ചെയ്യുന്നത് പോലെയാണ് ഇതും. ചിലവ് കുറയ്ക്കാൻ തന്നെയാണ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകൾ ലൈബീരിയൻ രജിസ്ട്രേഷൻ എടുക്കുന്നത് എന്ന് തന്നെ പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ രജിസ്ട്രി എന്ന നിലയിൽ കപ്പലുകൾക്കും ജീവനക്കാർക്കും ഉയർന്ന നിലവാരത്തിലുള്ള സുരക്ഷയും അതുപോലെ ഉടമകൾക്ക് ഉയർന്ന തലത്തിലുള്ള പ്രതികരണ ശേഷിയുള്ളതും നൂതനവുമായ സേവനവും സംയോജിപ്പിക്കുന്നതിൽ ലൈബീരിയൻ രജിസ്ട്രിക്ക് ഒരു ദീർഘകാല ട്രാക്ക് റെക്കോർഡുമുണ്ട്. ചട്ടങ്ങളിലെ ഇളവുകൾ മൂലം കപ്പൽ കമ്പനി മറ്റൊരു രാജ്യത്ത് രജിസ്റ്റർ ചെയ്യുന്നതിനെ ഫ്ലാഗ് ഓഫ് കൺവീനിയൻസ് അഥവാ FOC എന്നാണ് പറയുന്നത്. പുതിയ കണക്കുകൾ പ്രകാരം ഇത്തരത്തിൽ വരുന്ന 10 രാജ്യങ്ങളിൽ ഏറ്റവും മുന്നിൽ ലൈബീരിയയാണുള്ളത്. തൊട്ടു പിന്നാലെ പാനമയും. കുറഞ്ഞ രജിസ്ട്രേഷൻ നികുതി, പരിസ്ഥിതി നിയമങ്ങളിലും ദേശീയ കപ്പൽ ചട്ടങ്ങളിലും തൊഴിൽ നിയമങ്ങളിലുമുള്ള ഇളവുകൾ, വേതനം കുറഞ്ഞ തൊഴിൽ എന്നിവയാണ് ലൈബീരിയയിലെ പ്രധാന ആകർഷണങ്ങൾ.